ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പത്രിക സമർപ്പിക്കുവാനുള്ള സമയം പൂർത്തിയായപ്പോൾ പ്രതിപക്ഷ ഇന്ത്യ മുന്നണിയിലെ സീറ്റ് ധാരണയിലെ ആശയക്കുഴപ്പങ്ങൾ കൂടുതൽ വ്യക്തമാകുന്നു. മുന്നണിക്കകത്ത് കൃത്യമായ ധാരണയില്ലാതെ പാർട്ടികൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയതാണ് തിരിച്ചടിയായത്. പലയിടങ്ങളിലും ഇന്ത്യ സഖ്യത്തിന് ഒന്നിലേറെ സ്ഥാനാർത്ഥികൾ വരുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും കൗതുകരമായ മത്സരം നടക്കുന്നത് ദൗർബംഗ ജില്ലയിലെ ഗോറാബോറം മണ്ഡലത്തിലാണ്. ഇവിടെ RJDയുടെ ചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയല്ല ഇന്ത്യ സഖ്യത്തിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി. RJD നേതാവ് തേജസ്വി യാദവ് ഗോറാബോറാമിൽ എത്തുമ്പോൾ സ്വന്തം പാർട്ടി ചിഹ്നത്തിലെ നേതാവിനെതിരെ പ്രചാരണം നടത്തേണ്ട സാഹചര്യമാണ്. സീറ്റ് ധാരണയ്ക്ക് മുൻപ് തന്നെ RJD ഗോറാബോറാമിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതാണ് പണിയായത്. അഫ്സൽ അലി ഖാനെയാണ് RJD ആദ്യ മണ്ഡലത്തിൽ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത്. പാർട്ടി ചിഹ്നം അനുവദിക്കുകയും ഔദ്യോഗിക സ്ഥാനാർത്ഥി എന്ന നിലയിൽ ആവശ്യമായ രേഖകൾ നൽകുകയും ചെയ്തു. ഇതിനിടെ RJDക്കുള്ളിൽ മറ്റു ചില ചർച്ചകൾ നടക്കുകയും ഇന്ത്യ മുന്നണിയിൽ പുതുതായി എത്തിയ വികാസ്ശീൽ ഇൻസാൻ പാർട്ടിയുടെ സന്തോഷ് സായനയ്ക്ക് ഗോറാബോറം സീറ്റ് നൽകാൻ തീരുമാനിക്കുകയും ചെയ്തു. അപ്പോഴേക്കും അഫ്സൽ അലി ഖാൻ പത്രിക സമർപ്പിക്കാൻ പുറപ്പെട്ടിരുന്നു. RJD നേതൃത്വം ഖാനെ ബന്ധപ്പെട്ട് പത്രിക സമർപ്പിക്കരുതെന്ന് നിർദ്ദേശിച്ചുവെങ്കിലും അനുസരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. പിന്നാലെ ഭരണാധികാരിക്ക് മുന്നിൽ പത്രിക നൽകുകയും ചെയ്തു. RJD നേതൃത്വം ഇതിനു പിന്നാലെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ ബന്ധപ്പെട്ട് അഫ്സൽ അലി ഖാൻ തങ്ങളുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയല്ലെന്ന് അറിയിച്ചുവെങ്കിലും ഫലമുണ്ടായില്ല. എല്ലാ രേഖകളോടും കൂടി ഖാൻ പത്രിക നൽകിയെന്നും അദ്ദേഹത്തിന് ചിഹ്നം അനുവദിച്ചെന്നുമായിരുന്നു മറുപടി. ഇതോടെ RJD ചിഹ്നത്തിൽ മത്സരിക്കുന്ന അഫ്സൽ അലി ഖാൻ വിമത സ്ഥാനാർത്ഥിയാകുകയും വികാസ്ശീൽ ഇൻസാൻ പാർട്ടിയുടെ സന്തോഷ് സായനി ഔദ്യോഗിക സ്ഥാനാർത്ഥിയാകുകയും ചെയ്തു. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്നലെ അവസാനിച്ചതോടെ 2 ഘട്ടങ്ങളുമായി മൊത്തം 1000-ഓളം പേരാണ് പത്രിക നൽകിയത്. ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന 121 മണ്ഡലങ്ങളിലേക്ക് 2496 പത്രികകളാണ് ലഭിച്ചത്. സൂക്ഷ്മ പരിശോധനയിൽ 488 എണ്ണം തള്ളി. 70 പേർ പത്രിക പിൻവലിച്ചു. നവംബർ 9-നാണ് ആദ്യഘട്ട വോട്ടെടുപ്പ്. രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന 122 മണ്ഡലങ്ങളിലേക്ക് 2500-ഓളം പത്രികകളാണ് ലഭിച്ചത്. ഇന്നാണ് സൂക്ഷ്മ പരിശോധന. 23 വരെ പിൻവലിക്കാം. നവംബർ 11-നാണ് രണ്ടാം ഘട്ട വോട്ടെടുപ്പ്. നവംബർ 14-നാണ് വോട്ടെണ്ണൽ.